സെറ്റ് സിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. 4ാമത്തെ ക്വസ്റ്റ്യനാണ്. 7ാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. വീൽ ആൻഡ് ആക്സിലിനെ ബേസ് ചെയ്തിട്ട് അഥവാ അച്ചും ചക്രവും ബേസ് ചെയ്തിട്ട് നമുക്കൊരു 2-3-4 പോയിൻ്റ് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നോക്കുക, അഥവാ യാന്ത്രിക ലാഭം നോക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ L/E ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു R/R. R എന്ന് പറഞ്ഞാൽ വലിയ വീലിൻ്റെ റേഡിയസ്, സ്മോൾ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലിൻ്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ വീലിൻ്റെ റേഡിയസാണ് വലുത്, ആക്സിലിൻ്റെ റേഡിയസ് ചെറുതായിരിക്കും. പിന്നെ അതേപോലെ 2ാമത്തെ പോയിൻറ്റ്, ദ റേഡിയസ് ഓഫ് ദി വീൽ ഈസ് ലാർജർ, അഥവാ ചക്രത്തിൻ്റെ ആരം കൂടുതലും റേഡിയസ് ഓഫ് ദി ആക്സിൽ ഈസ് സ്മോളർ, ആക്സിലിൻ്റെ ആരം കുറവായിരിക്കും. പ്രധാനപ്പെട്ട 2 പോയിൻ്റാണ്. ഇനി 2 പോയിൻറ്റും കൂടിയും ഈ വീൽ ആൻഡ് ആക്സിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓർക്കാനുണ്ട്. അടുത്ത പോയിൻ്റാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ഈക്വൽ ടു L/E ആണ് നമ്മൾ പഠിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു R, ക്യാപിറ്റൽ R ബൈ സ്മോൾ r ആണ്. അപ്പോൾ ക്യാപിറ്റൽ R വലുതായതുകൊണ്ട്, സ്മോൾ r അപേക്ഷിച്ച് വലുതായതുകൊണ്ട് തന്നെ യാന്ത്രിക ലാഭം എപ്പോഴും, അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് എപ്പോഴും 1-ൽ കൂടുതലായിരിക്കും, അഥവാ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ ഒരു പോയിൻറ്റും നോട്ട് ചെയ്ത് വെക്കുക. ഫൈനലി ദ വർക്ക് ഡൺ ബൈ ദ എഫേർട്ട് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ലോഡ്. യത്നം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ ഒരു പോയിൻറ്റും കൂടി ക്ലിയർ ആക്കി വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. 1ാമത്തെ പോയിൻറ്റ്, ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അത് കറക്റ്റാണ്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ദ വീൽ ആൻഡ് ആക്സിലിൻ്റെ കേസിൽ, അച്ചും ചക്രത്തിൻ്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് എപ്പോഴും എന്തായിരിക്കും? 1-നേക്കാൾ കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 2ാമത്തെ പോയിൻറ്റ്, ദ വർക്ക് ഡൺ ബൈ ദ എഫേർട്ട് ആൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ലോഡ് ആർ ഈക്വൽ എന്ന് പറയുന്നുണ്ട്. 4ാമതായിട്ട് നമ്മൾ പഠിച്ച പോയിൻ്റ് അതാണ്. അത് എഫേർട്ടിൻ്റെ വർക്ക് ഡണ്ണും ലോഡിൻ്റെ വർക്ക് ഡണ്ണും എന്തായിരിക്കും? തുല്യമായിരിക്കും. യത്നം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും തുല്യമായിരിക്കും. ഇനി അടുത്ത് 3ാമത്തെ അവിടെ വരുന്നില്ല. 4ാമത്തെ പോയിൻറ്റ്, ദ റേഡിയസ് ഓഫ് ദി വീൽ ഈസ് ലാർജർ ആൻഡ് ദ റേഡിയസ് ഓഫ് ദി ആക്സിൽ ഈസ് സ്മോളർ. അതാണ് നമ്മൾ 2ാമതായിട്ട് പറഞ്ഞത്. വീലിൻ്റെ റേഡിയസ് കൂടുതലും ആക്സിലിൻ്റെ റേഡിയസ് കുറവായിരിക്കും, അഥവാ ആരം കൂടുതലും ആരം കുറവായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്നത് 1, 2, 4 ആണ് വരുന്നത്. അത് ഓപ്ഷൻ നോക്കിയാണ്ട് സെലക്ട് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പോൾ ഈ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കുക. വീൽ ആൻഡ് ആക്സിലിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന 4 പോയിൻ്റാണിത്. ഈ 4 പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി.